and welcome back to another home tour of Marble Gallery. ഇവിടെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ ഇന്നത്തെ ഹോം ടൂർ ഇവിടെയാണ്. ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാറിൻ്റെ വീട്ടിലാണ്. പുള്ളി ഒരു NRI ക്ലയൻ്റ് ആണ്. പുള്ളി ഒരു ഹെൽത്ത് കെയറിലാണ് പുള്ളിയുടെ ബിസിനസ് ആൻഡ് സൗദി ആൻഡ് ഒമാൻ. ഈ വീടിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കണ്ടില്ലേ? ഇത് ആക്ച്വലി ചെയ്തേക്കുന്നത് ആർക്കിടെക്ട് റിയാസ് പി സെയ്ദ് എന്ന് പറഞ്ഞൊരു സീനിയർ കൺസൾട്ടൻറ്റ് ആർക്കിടെക്റ്റ് ആണ്. പുള്ളിയുടെ ഫേമാണ് ടീം ആർക്കോൺ. നമുക്ക് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് കസ്റ്റമറിനോട് തന്നെ ചോദിക്കാം. കം. സോ നമുക്ക് മുഹമ്മദ് സാറിനെ പരിചയപ്പെടാം. സാറിനെ പറ്റി തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്ന് ബ്രീഫ് ചെയ്യോ? ഞാൻ ആക്ച്വലി എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ ആക്ച്വലി ഒരു പ്രവാസിയാണ്. പ്രവാസി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ അറൗണ്ട് 25 ഇയേഴ്സായിട്ട് ഞാൻ സൗദി അറേബ്യയിലാണുള്ളത്. അവിടെ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒമാനിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒമാനിൽ വന്നിട്ട് മസ്കറ്റിൽ ഒരു പോളിക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബിസിനസ്. ഇത് സർ കുറേ നാളായി പുറത്തുനിന്ന് സെറ്റിലായി എന്ന് പറഞ്ഞു. സർ ബേസിക്കലി വയനാട്ടുകാരനാണ് അല്ലേ? ബേസിക്കലി വയനാട്ടുകാരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഒരു വീട് വെക്കാന്ന് പ്ലാൻ ചെയ്തത്. ബേസിക്കലി പറഞ്ഞു തന്നെ വരാം, യഥാർത്ഥത്തിലേക്ക് തന്നെ വരാം. ബേസിക്കലി വന്നിട്ട് വയനാട് ബോർഡറായിട്ട് എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ തറവാടും വീടും എല്ലാം. അപ്പോൾ എനിക്ക് ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നി, വയനാട് തൊട്ടടുത്ത സ്ഥലം തന്നെയാണല്ലോ, സ്ഥലമാണ്. അപ്പോൾ വയനാട്ടിലേക്ക് വന്നിട്ട് ഒരു വീട് വെക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് പണി ഇപ്പോൾ പൂർത്തീകരിച്ച് ഇപ്പോൾ നല്ലൊരു വീടായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. സാറിന്റെ ഫാമിലി എല്ലാം സാറിന്റെ കൂടെ പുറത്ത് സെറ്റിൽഡ് ആണോ അല്ലെങ്കിൽ ഇവിടെയാണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഇടയ്ക്ക് വന്നു പോയിരുന്നുള്ളൂ. 2 മക്കളാണ്. മോനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് UK MBA കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. അവൻ്റെ വൈഫ് വന്നിട്ട് കല്യാണം കഴിഞ്ഞു. അവൻ്റെ വൈഫ് ഡോക്ടറാണ്. പിന്നെ രണ്ടാമത്തത് മോളാണ്. മോൾ വന്നിട്ട് അവൾ ഡിഗ്രി കഴിഞ്ഞു. അടുത്ത MBAക്ക് വേണ്ടി ഇതായിരുന്നു. വൈഫ് വന്നിട്ട് ഹൗസ് വൈഫ് തന്നെ. എല്ലാവരും വൈഫ് വന്നിട്ട് ഇവിടെ തന്നെ വീട്ടിൽ, കാരണം മദറിന്റെ അടുത്ത് ആളില്ലാത്തതുകൊണ്ട് ഇവിടെയാണ്. ആ ഒരു സാഹചര്യത്തിൽ എപ്പോഴും അങ്ങനെ വീട്ടിൽ തന്നെ ആയിപ്പോയി. പുറത്തേക്ക് വരാൻ പറ്റാതെ, ഒരു സെറ്റിൽ ആകാൻ പറ്റാത്ത ഒരു സാഹചര്യം. പക്ഷെ അപ്പൊ എന്തായാലും എല്ലാരും ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഓ, വെരി ഹാപ്പി. ഞാൻ എവരി 15 ഡേയ്സ് വരാറുണ്ട്. 1 മന്ത് പോയി വരാറുണ്ട്. അപ്പൊ സർ, നെക്സ്റ്റ് നമുക്ക് ആർക്കിടെക്റ്റിനെ പറ്റി ചോദിക്കാം. സർ പറഞ്ഞു ലാസ്റ്റ് ഒരു 2.5 years ആയിട്ട് ഈ ഒരു പ്ലാനിങ്ങിലാണ്. സർ, എങ്ങനെയാണ് സർ ടീം ആർക്കോണിലോട്ട് എത്തിച്ചേരുന്നത്? ടീം ആർക്കോണിലേക്ക് എത്തിപ്പെടാൻ കാരണം ഞാൻ മിസ്റ്റർ റിയാസിന്റെ വർക്കുകൾ ഞാൻ കുറച്ച് കണ്ടിരുന്നു. വർക്ക് എനിക്ക് റിയാസിനെ പേഴ്സണലി അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ വർക്കുകൾ കണ്ട ശേഷം ഞാൻ ആ വർക്കിൽ ഭയങ്കര എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെയാണ് ഞാൻ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്തതും. ലാൻഡ് ആദ്യം മേടിച്ചിരുന്നു. പിന്നെ വന്നിട്ട് ഈ ലാൻഡ്, ഇതിനെ പറ്റി അനുയോജ്യമായ ലാൻഡ്, റിയാസിനെ പറ്റിയ ഒരു ലാൻഡാന്ന് എനിക്ക് മനസ്സിലായി. റിയാസിനെ അപ്രോച്ച് ചെയ്തു. റിയാസിന് ഞങ്ങളുടേതായ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തു. കാരണം ഒരു വീട് എന്ന് പറഞ്ഞത് ഒരു ഡ്രീം പ്രൊജക്ട് ആണ്. ഇമോഷൻസ് ആണല്ലോ. അപ്പൊ അത് ആ രൂപത്തിൽ തന്നെ വരണം എന്നുള്ള ഇതിൽ തന്നെ റിയാസിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഈ ഒരു വീടിന്റെ ഡിസൈൻസും എല്ലാം സാറിന്റെ ഒരു ഐഡിയാസ് ഒക്കെ ആയിട്ട് മാച്ചപ്പ് ചെയ്ത് റിയാസ് സാറിന് ചെയ്യാൻ പറ്റി. അതെ, ആക്ച്വലി എനിക്ക് ഈ വീടിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. റിയാസ് ഈ ലാൻഡ് കണ്ടപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിനെ പറ്റി ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം പറഞ്ഞപ്പോഴേക്കും 2 മക്കളല്ലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ റിയാസ് പറഞ്ഞു, റിയാസ് തന്നെ എല്ലാം ഞങ്ങൾക്ക് A to Z, ഒന്നും ഞങ്ങൾ ഇടപെടേണ്ട വന്നിട്ടുണ്ടായില്ല. ഒന്നും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. റിയാസ് പിന്നെ കൂടുതലായിട്ട് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു അത് ചെയ്യാൻ പാടില്ലായിരുന്നു, എല്ലാ ആർക്കിടെക്റ്റിന് വിട്ടുകൊടുക്കായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ഭയങ്കര ഞങ്ങൾ ഹാപ്പിയാണ് റിയാസിന്റെ കാര്യത്തില്.
ഇനി വേറൊരു ആൾ വീട് പണിയാണെങ്കിൽ ഈ റിയാസിനെ കോൺടാക്ട് ചെയ്യണം. ആർക്കിടെക്ട് റിയാസ്. അല്ല 100%. ഞങ്ങളും മക്കളും എല്ലാവരും ഇവിടെ വരുന്ന ഗസ്റ്റുകളാണെങ്കിലും എല്ലാവരും ഭയങ്കര റിയലി വെൽ, എന്താ പറയാ, നല്ലൊരു ഐ കുഡ് സീ എ ഗുഡ് ഡിസൈൻസും ചെയ്യാൻ പറ്റി, നല്ലൊരു കളർ കോർഡിനേഷൻസ്, കളർ പാലറ്റ്സ് കുറെ കാണാൻ പറ്റി. എല്ലാ റിയാസും ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടില്ല, റിയാസ് തന്നെയാണ്. വെരി നൈസ്. ഞങ്ങൾ അതിന് റിയാസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സർ, ഇനി മാർബിൾ ഗാലറി, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഫ്ലോറിങ്, സാനിറ്ററി വെയർ, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് തരാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. സോ സർ എങ്ങനെയാണ് മാർബിൾ ഗാലറി എത്തിപ്പെട്ടത്? മാർബിൾ ഗാലറിയിൽ ആക്ച്വലി എത്തിപ്പെട്ടത് നമ്മുടെ ആർക്കിടെക്ട്. ഓക്കെ. പക്ഷെ ഞങ്ങള് അവിടെ ചെന്ന് ഞങ്ങൾക്ക് അപ്പൊ നേരെ ഞങ്ങൾ മാർബിൾ ഗാലറി ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തു. പോയി. ഓക്കെ. അതെ, ചോയ്സ് ഉണ്ടല്ലോ. അതെ അതെ. പോയിരുന്നു. അപ്പൊ രണ്ടാമത് ഞങ്ങൾ തിരിച്ച് മാർബിൾ ഗാലറിയിലേക്ക് തന്നെ. ഓക്കെ. എനിക്കൊരു കളക്ഷൻ കൊണ്ടാണോ? കണ്ടു. ഓക്കെ. മക്കൾ പറഞ്ഞു, എല്ലാവരും മക്കൾ വന്ന് കണ്ടപ്പോ മാർബിൾ ഗാലറിയിലേക്ക് തന്നെ പോകാൻ. വളരെ സന്തോഷം. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. കാരണം നമ്മളെ അറ്റംപ്റ്റ് ചെയ്ത് വന്നിട്ട് മിസ്റ്റർ ജംഷീറാണ്. ഓക്കെ. ഏത് സമയത്തും എന്ത് സാധനം കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ഇന്ന് വിളിച്ചു പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ തന്നെ എത്തി. നല്ല സർവീസ് ആണ് ജംഷീറിന്റെ. ഓ, വെരി വണ്ടർഫുൾ. സാറിന് എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് വിത്ത് അസ്? എക്സ്പീരിയൻസ് വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി. ഗാലറിയെ സംബന്ധിച്ച് എനിക്ക് കളക്ഷൻസ് നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടതെല്ലാം കറക്റ്റായിട്ട് സെലക്ഷൻ എല്ലാം കിട്ടി. എല്ലാം കൂടി നമ്മൾ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സർ, താങ്ക് യു സോ മച്ച് മാർബിൾ ഗാലറിയുടെ എന്താ പറയുക, ഈ ഒരു ഹോം ടൂറിൽ നമുക്കൊരു ഇന്റർവ്യൂ തരാനും ഡീറ്റെയിൽ സംസാരിക്കാനും ഒരാളെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഓക്കെ. ഇപ്പൊ പെട്ടെന്ന് കയറി വന്ന ആളാണ്. ഇതാണ് നിഷ്മൽ. ഓക്കെ, നിഷ്മൽ. ഇവൻ നമ്മളുടെ കൂടെ തുടർന്നിട്ട് 10 വർഷമായി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവനാണ് ഈ വീട് പണിയാനുള്ള ഐഡിയ തന്നതും എനിക്ക് ഇതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടായിരുന്നു. ഇവനാണ്, എനിക്ക് വീടിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇവനാണ് ഈ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്, ഞങ്ങളുടെ മകനെ പോലെയാണ് ഇവനാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തതും. ചൈനയിൽ പോയതും, ചൈനയിൽ നിന്ന് ഫർണിച്ചറും ലൈറ്റ്സും എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് തുടക്കം മുതൽ അവസാനം വരെ അവനാണ് ഇപ്പൊ എല്ലാം ചെയ്തത്. വിശാൽ നന്നായിട്ടുണ്ട്. ഞാൻ സാറിനോട് പറയായിരുന്നു, വീട് ഹാസ് ബീൻ ടേസ്റ്റ്ഫുള്ളി ഡൺ. എനിക്കൊന്ന് ബിഗ് ക്രെഡിറ്റ് ടു യു, ബിക്കോസ് സാർ തന്നെ പറഞ്ഞു സാർ ഉണ്ടായില്ല, കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് ഡൺ ബൈ യു. സോ കൺഗ്രാറ്റ്സ്, റിയലി നൈസ്. Thank you so much for watching this series. We will come back with yet another series. Till then, bye-bye.